ഈ ചൂട് കാലത്ത് നമ്മൾ എന്തോ കഴിക്കുന്നത് ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ സമയം ആലോചിക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു സൂപ്പർ പുഡിങ് ഉണ്ടാക്കിയിട്ട് വരാം. പാലും കോൺഫ്ലവറും കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു പുഡിങ്ങാണ്. കുറച്ച് പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് നട്ട്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഒന്നുണ്ടാക്കി നോക്ക്. നമുക്കൊന്ന് ഉണ്ടാക്കിയിട്ട് വരാം. ഉണ്ടാക്കി കഴിച്ച് നോക്ക്. നമുക്ക് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് തണുക്കും. അതിനുവേണ്ടി നമുക്കിതൊന്ന് ഉണ്ടാക്കിയിട്ട് വരാം. താങ്ക് യു. നമുക്ക് ആ പുഡിങ് ഉണ്ടാക്കാൻ ഞാനിപ്പം 1 ലിറ്റർ പാലെടുത്തു. കാച്ചിയ പാൽ 1 ലിറ്റർ പാലെടുത്തു. ഈ കോൺഫ്ലവർ വേണം, പഞ്ചസാര ഷുഗർ വേണം, കുറച്ച് വാനില എസൻസ് വേണം, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നട്ട്സൊക്കെ വേണം. അത് ഞാൻ എടുക്കുമ്പം കാണിക്കാം. ഞാൻ ഈ കമ്പനിയുടെയാണ് കോൺഫ്ലവർ എടുത്തേക്കുന്നത്, ഡബിൾ ഹോഴ്സിൻ്റെ. അതിന് ഈ സ്പൂണിന് ഇച്ചിരി വലിയ സ്പൂണാണ്. സാധാരണ ചെറിയ സ്പൂണാണെങ്കിൽ 7 മതി. ഈ വലിയ സ്പൂണാണെങ്കിൽ ഞാൻ 5 സ്പൂൺ എടുത്തു. ഇത് ഒറ്റയടിക്ക് അതിനകത്തോട്ട് ഇട്ടരുത്. നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് അതിനെ കലക്കിയെടുക്കാം. നമ്മൾ ആ കോൺഫ്ലവർ എടുത്ത് കലക്കി നല്ലതായിട്ട് കലക്കിയിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുക. ഒട്ടും കട്ടയില്ലാതെ ഒഴിച്ച് നമ്മൾ അടുപ്പേ വെച്ചിട്ടില്ല. ഈ 1 കപ്പ് പഞ്ചസാര ഉണ്ടായിരുന്നു, 1 കപ്പ് പഞ്ചസാര അതിട്ടു. കുറച്ച് വാനില എസൻസ് ഒഴിച്ചു. എന്നിട്ട് ഇത് നല്ലതായിട്ട് നമ്മൾ ഇളക്കിയിട്ട് അടുപ്പേ വെക്കത്തുള്ളൂ. നല്ലതായിട്ട് ഇളക്കിയിട്ട് സ്റ്റൗവ് വെക്കാം. ഇത് നമ്മൾ സ്റ്റൗവ് വെച്ചു ഇങ്ങനെ ഇളക്കുക. കുറച്ച് നേരം അടി പിടിക്കാതെ ഇളക്കണം. ആദ്യം ഇങ്ങനെ നല്ലതായിട്ട് കുറേ നേരം ഇളക്കണം. ഇതെല്ലാം കോൺഫ്ലവർ എല്ലാം ഇട്ട് പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ട് സ്റ്റൗവ് വെച്ച് കത്തിക്കാവും. സ്റ്റൗവ് കത്തിച്ച് ഓൺ ചെയ്യാവും. അല്ലെങ്കിൽ ആ കോൺഫ്ലവർ വേഗത്തില്ല. ഒരു കോൺഫ്ലവറിൻ്റെ ഒരു പച്ചച്ചവി വയ്ക്കണം. അപ്പോൾ ആദ്യം എല്ലാം കലക്കി കട്ടയൊന്നും ഇല്ലാതാക്കിയിട്ട് പിന്നെ സ്റ്റൗവ് വെക്കാവും. ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇളക്കണം. ഇതിപ്പോൾ നല്ല ഇഡ്ഡലി മാവിൻ്റെ പരുവമായി. ഇത്രയും കട്ടിയായിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇതിങ്ങനെ ഇരിക്കുന്നത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ ഇങ്ങനെ. ഇഡ്ഡലി മാവിനെ ഇച്ചിറക്കട്ടെ. ഇനി ഇത് ഒന്ന് തണക്കട്ടെ. അത് ആ ചൂടോട് തന്നെ അതിൻ്റെ മോൾഡിലോട്ടാണ് മാറ്റേണ്ടത്. എനിക്ക് അതിന് മോൾഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ 4 പാത്രത്തിലോട്ട് മാറ്റി. ഞങ്ങൾ 4 പേരല്ലേ, അതുകൊണ്ട് 4 പാത്രത്തിലോട്ട് മാറ്റി. അതിൻ്റെ പുറത്ത് ഇച്ചിരി ബൂസ്റ്റ് സ്പ്രെഡ് ചെയ്തു. ഈ 5 രൂപയുടെ പൗച്ചില്ലേ, ബൂസ്റ്റിൻ്റെ പൗച്ച്, അത് സ്പ്രെഡ് ചെയ്തു. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി സ്പ്രെഡ് ചെയ്തു. എല്ലാത്തിനകത്തും കുറച്ച് ടൂട്ടി ഫ്രൂട്ടി സ്പ്രെഡ് ചെയ്തു. ഇത് കുറച്ച് നട്ട്സ്, കുറച്ച് പിസ്തായും കുറച്ച് ക്യാഷ്യൂം. ആക്ച്വലി ആൽമണ്ടാണ് നല്ലത്. എൻ്റെ അടുത്ത് ആൽമണ്ട് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പിസ്തായും കുറച്ച് ക്യാഷ്യൂ. ആ നട്ട്സ് ഇങ്ങനെ പൊടിച്ചു. അതുകൂടെ അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി സ്പ്രെഡ് ചെയ്യും. ഇതിനെ നല്ലതായിട്ട് തണക്കണം. പിന്നെ നമുക്ക് തണുക്കാനിത് ഇങ്ങനെ മൂടിയിട്ട് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും ഇങ്ങനെ നല്ലതായിട്ട് ടൈറ്റായിട്ട് മൂടിയിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞെടുക്കാം.